മക്കളെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അരിത്തമാറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളിലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കുറച്ച് പൊട്ടുകൾ തന്നിട്ടുണ്ട്. ആ പൊട്ടുകൾ ഒരു ഓർഡറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ആ പൊട്ടുകളുടെ ഓർഡർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം മുന്നോട്ടുള്ള ഇതുപോലെയുള്ള പൊട്ടുകളുടെ അടുത്ത സെറ്റ് എങ്ങനെയാണ് കാണുന്നത് എന്നും കൂടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ ടേക്കിംഗ് ഡോട്ട്സ്. റൈറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പൊട്ടുകൾ അടുക്കി ഇവിടെ ത്രികോണങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ ഈ ഓരോ ത്രികോണത്തിലും അല്ലെങ്കിൽ ഓരോ ട്രയാങ്കിളിലും എത്ര പൊട്ടുകളുണ്ട്, അതിനുശേഷം മുന്നോട്ടുള്ള 3 സെറ്റുകൾ എത്ര പൊട്ടുകളുണ്ടെന്ന് നമ്മൾ തയ്യാറാക്കണം. അതായത് തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഓരോ ട്രയാങ്കിളിലും ഉള്ള പൊട്ടുകളുടെ എണ്ണം ഇവിടെ 3 ആണ്. ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ 6 ആണ്. ഇവിടെ 3, 6, 10 അല്ലേ? 3 ഉണ്ട്. വീണ്ടും ഒരു 3 കൂടി ചേരുമ്പോൾ 6 കിട്ടും. ഇവിടെ 4 കൂടി ചേരുമ്പോൾ 10 കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. അപ്പം നമ്മൾ അതിൻ്റെ ഉത്തരം 3, 6, 10 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. അടുത്ത 3 ട്രയാങ്കിൾ കൂടി ഫോം ചെയ്യാനുള്ള എത്ര പൊട്ടുകൾ വെച്ച് വേണം? അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഓരോ ത്രികോണത്തിനുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ ആൻസർ 3, 6, 10. ഓരോ ത്രികോണത്തിലുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത 3 സെറ്റുകൾക്കുള്ള എത്ര പൊട്ടുകൾ വേണം? അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിലവിൽ നമ്മൾ എഴുതിയിരിക്കുന്ന പൊട്ടുകളുടെ എണ്ണത്തിൽ ഒരു റിലേഷൻ നമ്മൾ കണ്ടെത്തണം. ഇവിടെ നോക്കിയേ, ഈ 3ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഇനി 6ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 6ഉം 10ഉം ആയിട്ടുള്ള ഡിഫറൻസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എത്രയായിരിക്കും? ഇതിലെ ഡിഫറൻസ് 3 ആണ്, ഇതിലെ ഡിഫറൻസ് 4 ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ഡിഫറൻസ് 5 ആയിരിക്കും. അതായത് 10ഉം 5ഉം 15 ആയിരിക്കും അടുത്തതിൽ വേണ്ടത്. അടുത്ത ഡിഫറൻസ് 6 ആയിരിക്കും. അപ്പോൾ 15ഉം 6ഉം 21 പൊട്ടുകളായിരിക്കും വേണ്ടത്. അടുത്ത ഡിഫറൻസ് 7 ആയിരിക്കും. അപ്പോൾ 21ഉം 7ഉം 28 പൊട്ടുകളാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് നമുക്ക് കിട്ടണം. ഈ ലോജിക്ക് കിട്ടുന്നത് ആദ്യം തന്നിരിക്കുന്നത് നമ്മൾ കൗണ്ട് ചെയ്തു. ആദ്യം 3 പൊട്ടുകൾ, പിന്നെ 6 പൊട്ടുകൾ, പിന്നെ 10 പൊട്ടുകൾ. അതിനുശേഷം അവർ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയെന്ന് നമ്മൾ നോക്കിയെടുക്കുക. ഫസ്റ്റ് ഡിഫറൻസ് 3, സെക്കൻഡ് 4. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ സെറ്റിലും ഓരോന്ന് കൂടുവാണ്. ആ ഡിഫറൻസ് ഓരോന്ന് കൂടുവാണ്. അപ്പോൾ ഈ 4നോട് ഒരു ഡിഫറൻസ് 5 ആണ് അടുത്തതായിട്ട് കൂടേണ്ടത്. അതായത് 10ഉം 5ഉം 15. അടുത്ത ഡിഫറൻസ് 6 വരും. അവ 15ഉം 6ഉം 21. അടുത്ത ഡിഫറൻസ് 7 വരും. 21ഉം 7ഉം 28. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 3, 6, 10. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഈ ഓരോ സെറ്റിലും ഉള്ള പൊട്ടുകളുടെ എണ്ണം എഴുതണം. റൈറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് സെറ്റ്. അതിൻ്റെ ആൻസർ 3, 6, 10 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് 3 സെറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ട എത്ര പൊട്ടുകൾ വേണം? അപ്പം നമുക്ക് 15,
21, 28. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മക്കൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. മക്കൾ തനിച്ച് ഇതുപോലുള്ള പൊട്ടുകൾ ഏതെങ്കിലും സെറ്റുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു 4 പൊട്ടിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻസ് നമ്മൾ തന്നെ കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള തനിച്ച് കുറച്ച് കണക്കുകൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സാറിൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ടീച്ചേഴ്സ് മക്കളെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.